ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. സിദ്ധാർത്ഥ് പുറത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനാകെ ഹാപ്പി മൂഡിലാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. സർ, അപ്പോൾ സിദ്ധാർത്ഥ് അതിശയത്തോടെ വാച്ചിലേക്ക് സമയം നോക്കുകയാണ്. എന്താ ചന്ദ്രിക, സമയം 12 മണിയായി, നീ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ? ഈ സമയത്ത് നീ എന്താ തനിച്ച് വന്നിരിക്കുന്നത്? അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറയാണ്, ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? സാർ ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുകയാ? ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഇവിടെ വന്ന് കുറച്ചു നേരം നിൽക്കാമെന്ന് കരുതി. സാറിനൊരു കാര്യം കാണിച്ചു തരാമെന്ന് കരുതി വന്നതാണ്. എന്താ, സർപ്രൈസാ? കണ്ണുപൂട്ട്. സിദ്ധാർത്ഥ് കണ്ണുമൂടി നിൽക്കുകയാണ്. അതിനുശേഷം ചന്ദ്രിക 2 കൈയും അവന് നേരെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇനി കണ്ണു തുറന്നോ. സിദ്ധു ഇട്ടുകൊടുത്ത മെഹന്തി നന്നായിട്ട് ചുവന്നിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സിദ്ധു കണ്ണു തുറന്നപ്പോൾ ശരിക്കും അതിശയിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആഹാ, സൂപ്പറാണല്ലോ ചന്ദ്രിക, ഞാനാണോ ഇത്രയും നന്നായിട്ട് മൈലാഞ്ചി ഇട്ടത്? എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചന്ദ്രിക സന്തോഷത്തോടെ പറയാണ്, ഈ മെഹന്തിയിൽ ഇനിയും ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് സാറിന് അറിയോ? ഇല്ല, എന്താ അത്? നന്നായി ആലോചിച്ചിട്ട് പറ. ഇല്ല ചന്ദ്രിക, എനിക്കറിയില്ല, എന്താ കാര്യം? അയ്യോ, മണ്ടൻ മണ്ടൻ മണ്ടൻ. ചന്ദ്രിക, എനിക്ക് അറിയായിട്ടല്ലേ, പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ സാറ് മണ്ടനാണെന്ന് സാറ് തന്നെ പറ. അയ്യോ ശരി ശരി, ഞാൻ മണ്ടനാണ്, കാര്യം പറ. മെഹന്തി നന്നായിട്ട് ചോന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അതിൻ്റെ അർത്ഥം നിനക്ക് എന്നെ നല്ല ഇഷ്ടമാണെന്നല്ലേ? സിദ്ധു ചന്ദ്രികയെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ചന്ദ്രിക നാണത്തോടെ നിൽക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിക്കുന്ന കേട്ടപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നമ്മളെ ചുറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് സർ. നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ? അത് ഒരു കാരണമാണ്, അതല്ലാതെ ഒരു കാരണം കൂടിയുണ്ട്. എന്താ അത്? അത് പിന്നെ മലര് കുറച്ചു കാലമായിട്ട് സാറുമായിട്ട് അടുക്കാതെ അകന്നകന്ന് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവളെ സാർ ഇന്ന് സാറിൻ്റെ കൂടെ സംസാരിച്ച് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ന് സാറും അവളും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി അടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ദൂരം കുറഞ്ഞു. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഏയ് ചന്ദ്രിക, അങ്ങനെയൊന്നുമില്ല. നമ്മളിത് തമ്മിലുള്ള റിലേഷൻ മലരെന്തോ തെറ്റിദ്ധരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞാൽ അവളിൽ നിന്ന് നിന്നെ അകറ്റിയിട്ട് ഞാൻ നിന്നെയും കൂട്ടിയിട്ട് മറ്റെങ്ങോട്ടേക്കെങ്കിലും പോകുമോ എന്ന് അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. അവളുടെ മനസ്സിനകത്ത് നിറച്ചും അതായിരുന്നു സങ്കടം. അത് കേട്ടപ്പോൾ ചന്ദ്രിക ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ സർ പറയുന്നത്? അതെ ചന്ദ്രിക, ഞാൻ നിന്നെ കല്യാണം കഴിച്ചാൽ മലറിനെ നിന്നിൽ നിന്ന് അകറ്റിയിട്ട് ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് പോകുമെന്ന് മേഘ മലറിൻ്റെ മനസ്സിൽ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ശരിക്കും ഷോക്കായി പോയി സിദ്ധു പറഞ്ഞത് കേട്ടിട്ട്. അതുകൊണ്ടാണ് മലർ എൻ്റെ അടുത്ത് നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നത്. മേഘ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് ചന്ദ്രിക ആകെ ഞെട്ടിയിട്ടാണുള്ളത്. അവൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ സാർ പറഞ്ഞത്? കുട്ടിയുടെ അടുത്താണ് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? ഈ മേഘ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അയ്യോ ചന്ദ്രിക, അവളുടെ കാര്യം ഒന്ന് വിടാൻ നോക്ക്. അവളെക്കുറിച്ച് നിനക്ക് അറിയാത്തതല്ലോ. നായയുടെ വാല് നിവർത്താൻ പറ്റില്ലെന്നൊരു പഴമൊഴി കേട്ടിട്ടില്ലേ? അതുപോലെയാണ് മേഘ. മേഘ മാത്രമല്ല സർ, ആ മഹേഷും അങ്ങനെ തന്നെയാണ്. എനിക്കറിയാം. ഇത് പറഞ്ഞാൽ നീ ഉടനെ തന്നെ മഹേഷിനെ ഇതിലേക്ക് വലിച്ചിടുന്നു. നിനക്കിപ്പോഴും മഹേഷിനെ വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മേഘയെ പോലെ മഹേഷ് അത്ര മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചന്ദ്രിക. മഹേഷ് മോശക്കാരൻ തന്നെ ആയിരുന്നു, അത് ഞാൻ സമ്മതിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവൻ തിരുത്തിയിരിക്കുകയാണ്. സാർ, ദയവ് ചെയ്ത് മഹേഷ് നല്ലവനാണെന്ന് മാത്രം വിശ്വസിക്കല്ലേ സാർ. ചന്ദ്രികയോട് സംസാരിച്ച് ചന്ദ്രികയ്ക്ക് ദേഷ്യം വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് സിദ്ധു പറയുന്നുണ്ട്, ശരി, അവൻ എങ്ങനെയായാലും നമുക്കെന്താ, അവൻ എങ്ങനെയോ ആയിക്കോട്ടെ, നമ്മളെന്തിനാ വെറുതെ അവൻ്റെ പേര് വഴക്കുണ്ടാക്കുന്നത്? ചന്ദ്രിക, നാളെ മുതൽ നമ്മുടെ പുതിയൊരു ജീവിതത്തിൻ്റെ ചടങ്ങ് തന്നെയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം നീ എന്നെ ഇതുപോലെ സാറ് അങ്ങനെയൊന്നും വിളിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. മര്യാദയ്ക്ക് എന്നെ സിദ്ധു എന്ന് പേര് വിളിച്ചോളണം. ഇല്ല സാർ, ഞാനെങ്ങനെയാ സാറിനെ പേര് വിളിക്കുക? അങ്ങനെ ചന്ദ്രിക മടിച്ച് പറയാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, ശരി ചന്ദ്രിക, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പേര് വിളിക്കുന്നതിൽ എന്താ ഇത്രമാത്രം തെറ്റുള്ളത്? സാറിന്ന് വിളിക്കുന്നതിനേക്കാളും നീ എന്നെ സിദ്ധു എന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടി സന്തോഷമായിരിക്കും. ഞാൻ ശ്രമിക്കാം. ഈ ശ്രമിക്കാം എന്നുള്ള വാക്കൊന്നും പോരാ. കല്യാണത്തിന് ശേഷം നീ എന്നെ സിദ്ധു എന്നും പേര് തന്നെ വിളിക്കണം. എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും സാർ. വേണമെങ്കിൽ എടാ പോടാന്നൊക്കെ വിളിച്ചാലോ? അത് കേട്ടത് സിദ്ധു തന്നെ അതിശയിച്ചു പോവാണ്. എന്താ പറഞ്ഞത്? എടാ പോടാന്നോ?
എന്തൊക്കെയാ ചന്ദ്രിക നീ പറയുന്നത്? ചന്ദ്രികയാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. അതേടാ, അങ്ങനെ വിളിക്കാനാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നീ എന്നെ എടാ പോടാന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ എടി പൊടി എന്നൊക്കെ വിളിക്കും. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ ചന്ദ്രിക പറയാണ്, ശരിയുടെ സിദ്ധു, കുഴപ്പമൊന്നുമില്ല. അത് കേട്ടപ്പോൾ സിദ്ധുവിന് തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ ചിരിച്ചോണ്ട് പറയുന്നത്, പോടി, പോടാ. ചന്ദ്രിക അത് പറഞ്ഞതും സിദ്ധു അവളെ ഡീ എന്ന് പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ ഓടുവാണ്. ചന്ദ്രികയാണെങ്കിൽ അവന് പിടിക്കാതിരിക്കാൻ വേണ്ടി മുന്നിലേക്ക് ഓടുന്നുണ്ടായിരുന്നു. തമാശക്ക് പറയുമ്പോഴേക്കും നീ എടാ പോടാന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും സ്നേഹത്തോടു കൂടി അത് എൻജോയ് ചെയ്തുകൊണ്ടാണ് ഓടുന്നത്. അതിനുശേഷം ഒരു പ്രണയഗാനായിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ പിന്നീട് കാണിക്കുന്നത്. അവർ രണ്ടുപേരും മാത്രമുള്ളൊരു പ്രണയരംഗം, അവരുടെ മാത്രം സ്വപ്ന ലോകം. അപ്പോൾ നമ്മുടെ ഉർവശിയുടെ അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു. സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാൽ തിരുവോണം. ആ സോങ്ങൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. അവസാനം രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഒരുപാട് നേരത്തെ പ്രയത്നത്തിനൊടുവിൽ മനീഷിൻ്റെ കൈകളിലെ കെട്ട് അഴിച്ചു മാറ്റാൻ അവന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ കൈകളൊക്കെ നിവർത്തി കുടഞ്ഞ് കാലിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന കെട്ടു അഴിച്ചു. അങ്ങനെ വേച്ച് അവൻ ആ വാതിലിൻ്റെ പിന്നിലായിട്ട് മറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മഹേഷ് വന്നപ്പോൾ തന്നെ അവൻ എന്തോ ഒരു അപകട സൂചന തോന്നുന്നുണ്ടായിരുന്നു. അവൻ വേഗം മനീഷിനെ കെട്ടിയിട്ട മുറിയിലേക്ക് വരികയാണ്. ആ സമയത്ത് അവിടെ മനീഷ് ഉണ്ടായിരുന്നില്ല. ശരിക്കും മഹേഷ് വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൻ ചുറ്റിലും നോക്കി വിളിക്കുകയാണ്, ഡാ മനീഷ്, നീ രക്ഷപ്പെട്ടോ, നീ എവിടെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടെ ചുറ്റിലും നടന്നു നോക്കുകയാണ്. ആ സമയത്ത് മനീഷിൻ്റെ കൈകളിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ കയറൊക്കെ അവിടെ അഴിഞ്ഞു കാണുന്നുണ്ട്. മനീഷ് അവിടെ ഒരു വാതിലിൻ്റെ പിന്നിലായിട്ട് കയ്യിലൊരു വടിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, മഹേഷ് വന്നു കഴിഞ്ഞാൽ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് മനീഷ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവനെ ഇവിടുന്ന് അടിച്ചിട്ട് മാത്രമേ തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മഹേഷ് വിളിക്കുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ടിട്ടാണ് മനീഷ് അവിടെ നിൽക്കുന്നത്, ഒരു അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള ശ്രമം. മഹേഷ് ആണെങ്കിൽ ആ കയറ് കണ്ടതും അവൻ്റെ ദേഷ്യം അങ്ങോട്ട് കയറുകയാണ്. അവൻ എസ്കേപ്പായി, എങ്ങനെ ഇവൻ എസ്കേപ്പ് ആയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ മൊത്തം തപ്പുവാണ്. മനീഷ് എന്ന് വിളിച്ചുകൊണ്ട്. വാതിൽ തുറന്ന ഒരു ഭാഗത്ത് എത്തിയ സമയത്ത് മഹേഷ് അവിടെ നിന്നിട്ട് ഇങ്ങനെ ചുറ്റിലും നോക്കുവാണ്. ഇവൻ എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പല്ലിറുമിക്കൊണ്ട് പറയുന്നുണ്ട്. ആ വാതിലിൻ്റെ തൊട്ട് പിന്നിലായിട്ട് തന്നെ മനീഷ് വടിയും എടുത്ത് കാത്തു നിൽക്കുകയാണ് മഹേഷിനെ. അങ്ങനെ നല്ലൊരു അവസരം കിട്ടിയ സമയത്ത് മഹേഷിൻ്റെ തലക്ക് പിന്നിലായിട്ട് ആ വടി വെച്ചിട്ട് നല്ലൊരു അടി കൊടുക്കുകയാണ് മനീഷ്. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായതുകൊണ്ട് തന്നെ മഹേഷ് അവിടെ നിലത്തേക്ക് വീഴുകയാണ്. ആ സമയം നോക്കി കയ്യിലുണ്ടായിരുന്ന വടി വെച്ചിട്ട് അവനെ പൊതിരെ തല്ലുന്നുണ്ട്. ചാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തല്ലുന്നത്. കാരണം അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. സത്യം പറയാൻ വന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മനീഷിനെ ഇങ്ങനെ ഒരു തടങ്കലിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മഹേഷ് ആണെങ്കിൽ അടിയുടെ വേദനയെ കിടന്ന് പൊളയാണ്. മനീഷിന് എന്നിട്ടും ദേഷ്യം തീരുന്നില്ല. അവനെ കാലൊക്കെ വെച്ചിട്ട് ചവിട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷം വേച്ച് അവൻ അവിടുന്ന് പോവുകയാണ്. മഹേഷ് ആണെങ്കിൽ കിടന്നിടത്ത് നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പോവലടാ എന്നൊക്കെ. പക്ഷേ തലയ്ക്ക് പിന്നിൽ കൈവച്ച സമയത്ത് ബ്ലഡ് വന്നത് മഹേഷ് കാണുകയാണ്. തലയ്ക്ക് പിന്നിൽ അടി കൊണ്ടത് കൊണ്ട് തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ മെല്ലെ ബോധം കെട്ട് അവിടെ വീഴുകയാണ്. ആ സമയം കൊണ്ട് മനീഷ് പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ നല്ല ടയേർഡായിട്ടാണുള്ളത്. കാരണം കുറച്ച് ദൂരം നടക്കുന്നതിനനുസരിച്ച് അവൻ്റെ തല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അതിന് പുറമെ മഹേഷിൻ്റെ വക തല്ലും കൊള്ളുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പറ്റ ക്ഷീണിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവന് കാഴ്ചകൾ ഇങ്ങനെ മറഞ്ഞു പോകുന്നത് പോലെ തോന്നുകയാണ്. ഓരോ സ്ഥലത്ത് പിടിച്ച് മെല്ലെ വേച്ചാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു കോമ്പൗണ്ടിൻ്റെ പുറത്ത് കിടക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അവൻ സ്വയം ചിന്തിക്കുകയാണ്, ഇവിടെ നശിപ്പിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ജീവൻ ആപത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മഹേഷ് വീണ്ടും തിരിച്ചു വരുമെന്നും തന്നെ വീണ്ടും അതുപോലെ തടങ്കലിൽ പാർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ അവൻ കൊന്നുകളയുന്നുള്ളത് മനീഷിന് നന്നായിട്ട് അറിയാമായിരുന്നു. മഹേഷിന് ബോധം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ എന്നെ വന്ന് പിടിച്ചു കൊണ്ടുപോകും. അതിനു മുന്നേ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ. മനീഷ് സ്വയം അവനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം അവൻ്റെ ക്ഷീണമായിട്ട് അവൻ അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ അവന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അവന് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ സിദ്ധാർത്ഥൻ്റെയും ചന്ദ്രികയുടെയും കല്യാണ ദിവസം വന്ന് എത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലാണ് കല്യാണ ദിവസം ഉള്ളത്. അപ്പോൾ അവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്ന് പുതിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷണിച്ചവരിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെ വീട്ടുകാർ ക്ഷണിച്ച് അകത്തേക്ക് സ്വീകരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രികയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ജാനകിയും ലക്ഷ്മിയും ചേർന്നിട്ട്. പക്ഷേ ചന്ദ്രികയുടെ മുഖത്ത് ഒട്ടും തന്നെ സന്തോഷം ഉണ്ടായിരുന്നില്ല. അവൾ വല്ലാത്ത ടെൻഷനോടെയാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രികയ്ക്ക് ഈ നെക്ലേസ് നല്ല അഴകുണ്ടല്ലേ ചേച്ചി? ജാനകി ചോദിക്കുകയാണ്. അതേ ജാനകി, ചന്ദ്രികയ്ക്ക് എന്തിട്ടാലും നല്ല ഭംഗിയാണ്. അവർ രണ്ടുപേരും ചേർന്ന് ചന്ദ്രികയ്ക്ക് മുല്ലപ്പൂ വെച്ചു കൊടുക്കുകയും സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചന്ദ്രികയുടെ മുഖത്ത് തീരെ തെളിച്ചുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥാണെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക അനങ്ങാതിരിക്ക്, ഞാൻ പിന്നു കുത്തിക്കൊണ്ടിരിക്കുകയാണേ. പക്ഷെ അവളുടെ മുഖത്ത് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് തോന്നുന്നുണ്ട് എന്തോ വിഷമമുണ്ടെന്ന്. എന്താ മോളെ, ഈ കല്യാണം നല്ല രീതിക്ക് നടക്കുമോ അമ്മ? തീർച്ചയായിട്ടും നല്ല രീതിയിൽ നടക്കും, നീ അതോർത്ത് ടെൻഷൻ ആവണ്ട. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കുക ചന്ദ്രിക,
നിന്റെ നല്ല മനസ്സിന് ഒക്കെ നല്ല രീതിക്ക് തന്നെ നടക്കും. ദൈവത്തിൻ്റെ മേൽ ഭരമേൽപ്പിച്ച് സമാധാനത്തോടെ നിൽക്ക്. രണ്ടുപേരും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രികയ്ക്ക് എന്തോ ഒരു സമാധാനം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. മഹേഷിന് ബോധം വന്ന സമയത്ത് അവൻ പെട്ടെന്ന് ചുറ്റിലും നോക്കുവാണ്. ആ സമയത്താണ് അവന് മനസ്സിലായത് തന്നെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് മനീഷ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ എങ്ങനെയോ വയ്യാതെയൊക്കെ അവൻ അവിടെ പിടിച്ചെഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കാലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. കാരണം ആ ഒരു വലിയ മരം വെച്ചിട്ട് കാലിനൊക്കെ മനീഷ് നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം മനീഷാണെങ്കിൽ കാട്ടിനകത്ത് നിന്ന് വേച്ച് ഓടുവാണ്. കാരണം അതൊരു വലിയ കൊടുങ്കാട് തന്നെയാണ്. അതിനകത്ത് പണ്ട് ചന്ദ്രികയും മലറിനെയും കൊണ്ടുവന്ന് പൂട്ടിയിട്ട് ആ ഒരു സ്ഥലം പോലെ തന്നെയാണ് തോന്നുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഓടിയിട്ട് ഒരു ഏക്കർ കണക്കിന് കാട് പോലെ പിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഓടിയിട്ട് മനീഷിന് പുറത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറേ ദൂരം ഓടിയപ്പോഴേക്കും ഒരു വലിയ മരത്തിന് തടഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ വീഴുകയും ചെയ്തു. ഒന്നാമത് അവൻ പറ്റെ ക്ഷീണിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വീണപ്പോൾ അവന് പെട്ടെന്ന് കണ്ണ് മയങ്ങിപ്പോകുന്ന പോലെയാണ് തോന്നുന്നത്. വലിയൊരു കാടിന് നടുവിലായിട്ട് അവനവിടെ മയങ്ങിക്കിടക്കുകയാണ്. ആ സമയത്ത് മഹേഷ് ആണെങ്കിൽ അവനെ തല്ലി ആ ഒരു മരവും എടുത്തിട്ട് പുറത്തേക്ക് മെല്ലെ വെച്ച് വരുന്നുണ്ട്. ആ സമയത്തൊക്കെ അവനിങ്ങനെ പിറുവിറുത്തുകൊണ്ടിരിക്കുകയാണ്. മനീഷ്, ഈ കാട്ടിനകത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലടാ, ഞാനിതാ വരികയാണ്. നീ എങ്ങനെ എവിടെ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. നിന്റെ മരണം എൻ്റെ കൈകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് മനീഷ് പോയ അതേ പാതയിൽ കൂടി തന്നെയാണ് മഹേഷും പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ക്ഷേത്രത്തിലാണെങ്കിൽ കല്യാണത്തിനുള്ള ചടങ്ങുകൾ നന്നായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ആകാശിനെ കൂട്ടിക്കൊണ്ടുപോകാൻ സിദ്ധാർത്ഥനെ വിളിക്കാൻ അയക്കുകയാണ്. ആ സമയം കൊണ്ട് പൂജാരി പറഞ്ഞ ഓരോരോ കർമ്മങ്ങൾക്ക് വേണ്ടി ചന്ദ്രികയെ ഒരുക്കി കൂട്ടിക്കൊണ്ടുവരികയാണ്. പാദപൂജ ചെയ്യാൻ വേണ്ടി പെണ്ണും ചെറുക്കനും ഒന്നിച്ച് വേണമെന്ന് പറഞ്ഞ സമയത്ത് പൂജാരി പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വരികയാണ്. അങ്ങനെ ആ ഒരു മണ്ഡപത്തിൽ കയറിയിട്ട് രണ്ടുപേരും സഭയിൽ ഇരുന്നുകൊണ്ട് എല്ലാവരെയും തൊഴുതാക്കുകയാണ്, വണങ്ങുകയാണ്. അച്ഛനും അമ്മയ്ക്കും പാദപൂജ ചെയ്യുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ അച്ഛനോടും അമ്മയോടും അവനിരിക്കുന്ന ഭാഗത്ത് വന്നിട്ട് ഇരിക്കാനാണ് പറയുന്നത്. പക്ഷെ അത് കേട്ട സമയത്ത് ജാനകിയുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യം നിറയാണ്. കാരണം വാസുദേവനാണല്ലോ കൂടെ ഇരിക്കേണ്ടത്. അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ വാസു ആണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, സിദ്ധു, എനിക്ക് പാദപൂജയൊന്നും ചെയ്യണമെന്നില്ല, മോനെ അമ്മയ്ക്ക് മാത്രം ചെയ്താൽ മതി. രണ്ടുപേരും വരണം, നിങ്ങൾ രണ്ടുപേരും വാ, സിദ്ധാർത്ഥ് വിളിക്കുന്നുണ്ട്. വേണ്ട സിദ്ധു, നീ അമ്മയ്ക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ജീവനോടെ ഉള്ളപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് പാദപൂജ ചെയ്യാൻ പറ്റില്ല, നിങ്ങളും വന്ന് ഇവിടെ അച്ഛാ വാ അച്ഛാ. പക്ഷേ മനസ്സോടെ ഭയന്നുകൊണ്ടാണ് വാസുദേവൻ മണ്ഡപത്തിലേക്ക് കയറുന്നത്. അമ്മയുടെ അടുത്ത് വന്നിട്ട് അച്ഛനും ഇരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇരുന്ന സമയത്ത് പൂജാരി പറഞ്ഞത് പ്രകാരം അവർ ആ ഒരു തളത്തിൽ കാല് വെച്ചിട്ട് രണ്ടുപേരുടെയും പാദപൂജ നടത്തുകയാണ്, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്. അവരുടെ നാട്ടിൽ ഓരോരോ ചടങ്ങുകളാണ്. ഇതൊക്കെ കുറച്ച് ഓവറേലായി തോന്നുന്നുണ്ട്, പക്ഷേ വേറെ വഴിയൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവരുടെ ചടങ്ങുകളൊക്കെ. ആദ്യം പൂജാരി കൊടുത്ത ജലം വെച്ചിട്ടും പിന്നീട് പാല് വെച്ചിട്ടും അവരുടെ രണ്ടുപേരുടെയും പാദം കഴുകി കൊടുക്കുകയാണ്. പിന്നീട് മഞ്ഞളും കുങ്കുമവും അവരുടെ രണ്ടുപേരുടെയും കാൽക്കൽ ചാർത്തി കൊടുക്കുകയാണ്. പിന്നീട് പുഷ്പങ്ങളൊക്കെ ഇട്ടിട്ട് ചെക്കനും പെണ്ണും കൂടി അമ്മയുടെ അച്ഛൻ്റെയും കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിക്കാൻ രണ്ടുപേരും ചേർന്നിട്ട് ജാനകിയുടെയും വാസുദേവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അവരുടെ കാല് തൊട്ട് തൊഴുവാണ്. രണ്ടുപേരെയും അവർ അനുഗ്രഹിക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നൊക്കെ രണ്ടുപേരും അനുഗ്രഹിക്കുകയാണ്. രണ്ടുപേരും മനസ്സ് നിറഞ്ഞിട്ടാണ് ചന്ദ്രികയും സിദ്ധാർത്ഥും എഴുന്നേൽക്കുന്നത്. അതേസമയം മനീഷാണെങ്കിൽ കാട്ടിനകത്ത് അവിടെ കിടക്കുകയാണ്. മഹേഷ് ആണെങ്കിൽ അവനെ തെരഞ്ഞുകൊണ്ട് കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരും ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. പെട്ടെന്ന് മനീഷിൻ്റെ ബോധം തിരിച്ചു കിട്ടുകയാണ്. അവൻ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം എൻ്റെ ജീവൻ ആപത്താണ്, എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുക തന്നെ വേണം. മഹേഷ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരും. അവൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുക തന്നെ വേണം. ഡാ മനീഷ് നീ എങ്ങോട്ടാ പോയത് എന്നൊക്കെ ഇങ്ങനെ മഹേഷ് പിന്നീന്ന് ചോദിക്കുന്നതൊക്കെ മനീഷ് കേൾക്കുന്നുണ്ട്. അയ്യോ, മഹേഷ് തൊട്ടടുത്ത് തന്നെ എത്തിയെന്നാണ് തോന്നുന്നത്. അവനാണെങ്കിൽ എൻ്റെ രണ്ട് കാലും അടിച്ചിട്ടത് കാരണം എനിക്കാണെങ്കിൽ ഓടാനും സാധിക്കുന്നില്ല. ഡാ മനീഷ്, നീ എങ്ങോട്ടേക്കാടാ പോയത്? മനീഷാണെങ്കിൽ ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ ഒട്ടും തന്നെ നടക്കാൻ വയ്യ. അവൻ അത്രയും ടയേർഡായിട്ടാണ് ഉള്ളത്. അവനവിടെ ക്ഷീണമായിട്ട് ആ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഏയ് മനീഷ്! പിന്നീന്ന് ശബ്ദം കേട്ടപ്പോൾ മനീഷ് തിരിഞ്ഞു നോക്കുകയാണ്. മഹേഷ് എൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിയല്ലോ. എന്നെക്കൊണ്ട് എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും തൊട്ടടുത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ മനീഷ് എഴുന്നേൽക്കാൻ സാധിക്കാത്തത് കൊണ്ടും അവനെക്കൊണ്ട് ഒട്ടും വയ്യാത്തത് കൊണ്ടും അവിടെ ഒരു മരത്തിൻ്റെ മറവിൽ നിൽക്കുകയാണ്. കാരണം അവനെക്കൊണ്ട് തിരിച്ച് മഹേഷിനെതിരെ അറ്റാക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് അവൻ പേടിച്ചു നിന്ന പോലെ തന്നെ ഒരു മരത്തിന് പിന്നിലായിട്ട് ഒളിച്ചു നിൽക്കുകയാണ്. മഹേഷാണെങ്കിൽ അവിടെ ചുറ്റിലും കുറേ നേരം തപ്പിയതിന് ശേഷം കാണാത്തതുകൊണ്ട് അവിടെ നിന്ന് മാറുന്നുണ്ട്. ആ സമയത്താണ് മനീഷിന് സമാധാനമായത്. മഹേഷ് ആണെങ്കിൽ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ പെട്ടെന്ന് പിന്നിന്നൊരു മാങ്ങ വീഴുന്ന ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. പക്ഷേ കൃത്യം നോക്കിയപ്പോൾ കാണുന്നത് മനീഷ് അവിടെ ഒരു മരത്തിന് മറവിലായിട്ട് ഇരിക്കുന്ന അവൻ്റെ പാൻറ്റും ആ ഒരു ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുകയാണ്. മനീഷ് ആണെങ്കിൽ അവനെ തിരിച്ച് മഹേഷ് കണ്ടതായിട്ട് അറിഞ്ഞതുമില്ല. അവൻ ശബ്ദം ഉണ്ടാക്കാതെ ചിന്തിക്കുകയാണ്, ഓ നീ ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. മനീഷാണെങ്കിൽ മഹേഷ് പോയെന്നുള്ളൊരു ആശ്വാസത്തിൽ ആ മരത്തിൻ്റെ ചോട്ടിൽ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഉറങ്ങുകയല്ല, അവൻ ബോധം കെട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ.
വന്നടാ, ഞാനിതാ വന്നു നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ മഹേഷ് മുന്നിലെത്തിയ നിമിഷമാണ് എന്തോ ഒരു ഭാഗ്യത്തിന് മനീഷ് കണ്ണു തുറന്ന് നോക്കുന്നത്. തൊട്ട് മുന്നിലായിട്ട് തന്നെ വീശാൻ വേണ്ടിയിട്ട് വലിയൊരു മരത്തിൻ്റെ വടിയായിട്ട് നിൽക്കുന്ന മഹേഷിനെയാണ് മനീഷ് കാണുന്നത്. പെട്ടെന്ന് അവൻ എന്താ ചെയ്യേണ്ടത് അറിയില്ലായിരുന്നു. ഏയ് മഹേഷ് എന്ന് വിളിക്കുകയാണ്. പക്ഷേ അതൊന്നും വകവെക്കാതെ മഹേഷ് അവനെ അടിക്കാൻ വേണ്ടിയിട്ട് വടി പൊന്തിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു നിമിഷം കൊണ്ട് തന്നെ മനീഷ് അവിടെ നിന്ന് വേഗം മാറുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും തമ്മിലൊരു ചെറിയ അടി നടക്കുന്നുണ്ട്. മനീഷിന് ഒട്ടും തന്നെ വയ്യായിരുന്നു. പക്ഷെ എന്നിട്ടും ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ അത്രയേറെ കഷ്ടപ്പെടുവാണ്. മനീഷ് ശരിക്കും നല്ലൊരു ഫൈറ്റർ ആണെങ്കിലും ഈ ഒരു അവസരത്തിൽ അവൻ പറ്റെ ക്ഷീണിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഹേഷിനോട് തിരിച്ച് പൊരുതാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനെ കൊണ്ടാവും പോലെയൊക്കെ അവൻ മഹേഷിനെ അടിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അവസാനം അവൻ തന്നെ വീണ് പോവുകയാണ്. ആ സമയത്ത് അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് അവൻ്റെ മേലെ കയറിയിരുന്നുകൊണ്ട് മഹേഷ് പറയുന്നുണ്ട്, പാവമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിന്നെ വെറുതെ വിട്ടപ്പോൾ നീ എന്നെ തന്നെ കൊല്ലാൻ നോക്കുവാണോടാ, മരിക്കടാ, നീ മരിക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ പൊതിരെ തല്ലുവാണ്. മനീഷിനാണെങ്കിൽ ഒന്നും തിരിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ അങ്ങേയറ്റം ക്ഷീണിതനായതുകൊണ്ട് തന്നെ ആ തല്ല് മുഴുവൻ അവൻ വാങ്ങിച്ചു കൊള്ളുവാണ്. ആ സമയത്ത് നിലത്ത് വീണ് കിടക്കുന്നത് ആ സമയത്ത് അവൻ കയ്യിൽ കുറച്ച് മണ്ണെടുക്കുകയാണ്. ആ മണ്ണ് നേരെ മഹേഷിൻ്റെ കണ്ണിലേക്കാണ് അവൻ ഇടുന്നത്. അത് മഹേഷ് പ്രതീക്ഷിക്കാത്തൊരു മൂമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ണിൽ മണ്ണ് വീണപ്പോൾ മഹേഷ് ശരിക്കും പതറിയിട്ടുണ്ടായിരുന്നു. അവനെ പിടിച്ച് തള്ളിക്കൊണ്ട് മനീഷ് എഴുന്നേറ്റിരിക്കുകയാണ്. ശ്വാസം ഒന്ന് നേരെ കിട്ടിയതിന് ശേഷം അവൻ മഹേഷിട്ട് നല്ലോണം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. കാരണം തിരിച്ചൊന്നും അവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് കണ്ണിൽ മണ്ണ് വീണതുകൊണ്ട് ഒരുപാട് മഹേഷിനെ തല്ലിയതിന് ശേഷം എങ്ങനെയോ മനീഷ് അവിടെ നിന്ന് വീണ്ടും നടന്നു പോവുകയാണ്. ഏയ് പോവല്ലേ പോവല്ലേ എന്നൊക്കെ മഹേഷ് പിന്നീന്ന് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ കണ്ണ് മുഴുവനായിട്ട് അവന് തുറക്കാൻ സാധിക്കുന്നില്ല. മണ്ണ് വീണിട്ട് കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. തൻ്റെ കൺമുന്നിൽ വെച്ച് മനീഷ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവൻ കാണുന്നത്.